പിന്നിൽ NDA ഉണ്ട്. ആ രീതിയിലാണ് കണക്കുകൾ. എറണാകുളത്ത് 13ഇടത്ത് LDF മുന്നേറ്റം, 5ഇടങ്ങളിൽ UDF, 3ഇടങ്ങളിൽ NDA, മറ്റുള്ളവർ 6. ആ രീതിയിലാണ് കൊച്ചി കോർപ്പറേഷന്റെ കണക്കുകൾ വരുമ്പോൾ കാണുന്നത്. ആ രീതിയിൽ കണക്കുകൾ വരുന്നു. കോർപ്പറേഷന്റെ പൊതുചിത്രം നോക്കുകയാണെങ്കിൽ 4ഇടങ്ങളിൽ LDFന് വ്യക്തമായ ആധിപത്യം. തൃശ്ശൂരിൽ UDF മുന്നിൽ, തിരുവനന്തപുരത്ത് NDA മുന്നിൽ. ആ രീതിയിലാണ് കണക്കുകൾ. കോർപ്പറേഷനുകളിൽ വ്യക്തമായ ആധിപത്യം. തൃശ്ശൂർ 13ഇടത്ത് UDF, 8ഇടത്ത് LDF, 5ഇടത്ത് NDA. ആ രീതിയിലാണ് ഇപ്പോൾ തൃശ്ശൂരിൽ 2ാം സ്ഥാനത്തേക്ക് LDF വന്നിരിക്കുന്നതാണ് കാണേണ്ടത്. കൊച്ചിയിൽ 13ഇടത്ത് LDF, 5ഇടത്ത് UDF. ആ രീതിയിൽ കണക്കുകൾ വരുന്നു. ഏതായാലും പൊതുചിത്രം നോക്കിക്കഴിഞ്ഞാൽ കോർപ്പറേഷനിൽ 4ഇടങ്ങളിൽ LDF മുന്നേറ്റം. ഗ്രാമപഞ്ചായത്തുകളിൽ എല്ലാ തവണയും പോലെ വ്യക്തമായ ആധിപത്യം അവിടെ LDFനുണ്ട്. LDF 100 പഞ്ചായത്തുകളിൽ, 100ലധികം പഞ്ചായത്തുകളിൽ മുന്നിട്ട് നിൽക്കുന്നതാണ് കാണുന്നത്. മുനിസിപ്പാലിറ്റികളിൽ 30ഇടങ്ങളിൽ LDF മുന്നേറ്റം, 26ഇടങ്ങളിൽ UDFന്റെ മുന്നേറ്റം, 3ഇടങ്ങളിൽ NDAയുടെ മുന്നേറ്റം. ആ രീതിയിൽ കണക്കുകൾ വരുന്നു. എന്തായാലും വ്യക്തമായ ആധിപത്യം LDF നേടിയെടുക്കുന്നത് എന്നതാണ് കാണേണ്ട ഒരു കാര്യം. മുനിസിപ്പാലിറ്റികൾ നോക്കുകയാണെങ്കിൽ ചിലയിടങ്ങളിലെല്ലാം തന്നെ, തങ്ങളുടെ തട്ടങ്ങളിലെല്ലാം തന്നെ UDFന് വ്യക്തമായ മേൽക്കൈ നേടാനായി കഴിഞ്ഞതാണ് ഈ ഫലസൂചനകൾ പുറത്തു വരുമ്പോൾ കാണേണ്ട ഒരു കാര്യം. കോഴിക്കോട് കോർപ്പറേഷനിൽ 23ഇടങ്ങളിൽ 23ഇടങ്ങളിൽ LDFന്റെ മുന്നേറ്റം, 11ഇടങ്ങളിൽ UDF വ്യക്തമായ ആധിപത്യം കാണിക്കുന്നു. അവിടെ വ്യക്തമായൊരു മേൽക്കൈ, വ്യക്തമായൊരു ലീഡിലേക്ക് LDFന് എത്താൻ കഴിഞ്ഞതാണ് കാണേണ്ട ഒരു കാര്യം. നഗരസഭകളിലും LDFന്റെ മുന്നേറ്റം വരുന്നു. 4ഇടങ്ങളിൽ കോർപ്പറേഷൻ നോക്കുകയാണെങ്കിൽ 4ഇടങ്ങളിൽ LDF മുന്നിട്ട് നിൽക്കുന്നു. തൃശ്ശൂർ, അതോടൊപ്പം തന്നെ കോഴിക്കോട്, കണ്ണൂർ, കൊച്ചി അടക്കം 4ഇടങ്ങളിൽ LDFന്റെ മുന്നേറ്റം. UDFന് നോക്കുകയാണെങ്കിൽ തൃശ്ശൂർ വലിയൊരു മേൽക്കൈ UDF നേടിയെടുത്തിരിക്കുന്നതാണ് കാണുന്നത്. രണ്ടാമത് NDA, തൃശ്ശൂരിൽ 2ാമത് NDA ആയിരുന്നു. ഇപ്പോൾ അവിടെ LDF 2ാമതായി എത്തിയിരിക്കുന്നു. തിരുവനന്തപുരം കോർപ്പറേഷനിൽ LDFന്റെ സിറ്റിംഗ് കോർപ്പറേഷനാണ്. അവിടെ വലിയൊരു മുന്നേറ്റം അവിടെ ഉണ്ടാകുന്നു. NDA അവിടെ വലിയൊരു മുന്നേറ്റം നേടിയെടുക്കുന്നു. എന്തായാലും ശക്തമായ മത്സരം നടക്കുന്ന ഒരു കോർപ്പറേഷൻ എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. എന്തായാലും കോട്ടയം ജില്ലാ പഞ്ചായത്ത് നോക്കുകയാണെങ്കിൽ 1ഇടത്ത് LDFും 5ഇടത്ത് UDFും വലിയ മുന്നേറ്റം. ഇടുക്കിയിൽ ഇഞ്ചോടിഞ്ച് 4-4 എന്നാണ് ജില്ലാ പഞ്ചായത്ത് നോക്കുകയാണെങ്കിൽ കാണേണ്ടത്. വയനാട് 2-1, LDF 2, UDF 4 നിലയ്ക്കാണ് വയനാട്ടിലെ ചിത്രം വരുമ്പോൾ കാണേണ്ടത്. എറണാകുളം ജില്ലാ പഞ്ചായത്തിൽ 2ഇടങ്ങളിൽ UDFന്റെ മുന്നേറ്റം. കാസർഗോഡ് ഇഞ്ചോടിഞ്ച്, കാസർഗോഡ് ജില്ലാ പഞ്ചായത്തിൽ 1ഇടങ്ങളിൽ LDFും 1ഇടത്ത് UDFും മുന്നിട്ട് നിൽക്കുന്നു. ആ രീതിയിലാണ് കൽപ്പറ്റയിലും മാനന്തവാടിയിലും വയനാട് LDF മുന്നേറ്റം. നഗരസഭയിലെ 2 വാർഡുകളിൽ NDA വിജയിച്ചിരിക്കുന്നു എന്നുള്ള വാർത്ത വരുന്നു. വലിയ തറയിൽ NDA സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് PL ബാബു വിജയിച്ചിരിക്കുന്നു. ഒപ്പം കണ്ണൻകുളങ്ങരയിൽ NDA സ്ഥാനാർത്ഥി മുരളീധരൻ ജയിച്ചിരിക്കുന്നു എന്നുള്ള വാർത്തകൾ കൂടിയാണ് ഈ ഒരു നിമിഷം ലഭിക്കുന്നത്. കാസർഗോഡും ഇതേപോലെ തന്നെ. കാസർഗോഡിനെ സംബന്ധിച്ച് 22 വാർഡുകൾ, കാസർഗോഡ് മുനിസിപ്പാലിറ്റിയിലെ 22 വാർഡുകൾ മുസ്ലിം ലീഗ് പിടിച്ചെടുത്തിരിക്കുന്നു എന്നുള്ള വാർത്തയാണ്. തൃശ്ശൂരിലേക്ക് പോകുമ്പോൾ തൃശ്ശൂർ പൂങ്കുന്നം ഡിവിഷനിൽ NDAക്ക് ലീഡുണ്ട് എന്നുള്ള വാർത്തയാണ്. കണക്കുകൾ പരിശോധിക്കുകയാണെങ്കിൽ കോർപ്പറേഷൻ സീറ്റിൽ 56 സീറ്റുകളിൽ 8, LDF 8ഇടങ്ങളിൽ ലീഡ് ചെയ്യുന്നു. UDF 14, NDA 5 ഇടങ്ങളിൽ. മുനിസിപ്പാലിറ്റികൾ അതിൽ 7, മുനിസിപ്പാലിറ്റിയിലെ 7 എണ്ണത്തിൽ അതിൽ 2ഇടത്ത് UDF, 1 LDF, 1 NDA എന്നുള്ള കണക്കുകൾ ഈ നിമിഷം വന്നുകൊണ്ടിരിക്കുന്നു. ഇപ്പോൾ പഞ്ചായത്തുകൾ സംബന്ധിച്ച് 136 ഇടങ്ങളിലാണ് LDF കുതിക്കുന്നത്. തൊട്ടുപുറകെ 113 ഇടങ്ങളിലായി UDF മുന്നോട്ടുണ്ട്. 10 ഇടങ്ങളിലായി NDAയും അങ്ങനെ ഒപ്പത്തിനൊപ്പം ഒട്ടും വിട്ടുകൊടുക്കാതെ തന്നെ നിൽക്കുന്നു. NDAക്കൊപ്പം തന്നെ മറ്റ് സ്ഥാനാർത്ഥികൾ, സ്വതന്ത്ര സ്ഥാനാർത്ഥികളും ഒക്കെ തന്നെ ഉണ്ട് എന്നുള്ളതാണ്. അവിടെയും 10 ഇടങ്ങളിൽ സ്വതന്ത്ര സ്ഥാനാർത്ഥികളുടെ മുന്നേറ്റം ഉണ്ട് എന്നുള്ളതാണ്. കോർപ്പറേഷൻ സംബന്ധിച്ച് തൃശ്ശൂരിൽ UDF 13 ഇടങ്ങളിലാണ്, NDA 5 ഇടങ്ങളിലാണ്, LDF 8 ഇടങ്ങളിലാണ്, സ്വതന്ത്ര ഒരിടത്ത്. കോഴിക്കോട് സംബന്ധിച്ച് 23 ഇടങ്ങളിൽ LDF, UDF 11 ഇടങ്ങളിൽ, NDA 5 ഇടങ്ങളിൽ. കണ്ണൂരിൽ ഇടത് മുന്നേറ്റം ആദ്യഘട്ടത്തിൽ കണ്ണൂർ കോർപ്പറേഷനെ സംബന്ധിച്ച് 2 ഇടങ്ങളിൽ ഉണ്ട് എന്നുള്ളത്. തിരുവനന്തപുരത്ത് 6 ഇടങ്ങളിൽ LDF മുന്നിട്ട് നിൽക്കുന്നു, UDF ഒരിടത്ത്. കൊല്ലത്ത് LDF 4 ഇടങ്ങളിൽ, UDF ഒരിടത്ത് എന്നുള്ള വിവരങ്ങൾ ലഭിക്കുകയാണ്. ഗ്രാമപഞ്ചായത്ത് ആകെ നോക്ക്, ബ്ലോക്ക് പഞ്ചായത്തിനെ സംബന്ധിച്ച് ഈ എറണാകുളത്തെ സംബന്ധിച്ച് 107 വലിയ മുന്നേറ്റം. UDF LDF 107 ഇടങ്ങളിൽ മുന്നിട്ട് നിൽക്കുന്നു എന്നുള്ളതാണ്. കോഴിക്കോട് 277 ഇടങ്ങളിലാണ് മുനിസിപ്പാലിറ്റി വാർഡുകളെ സംബന്ധിച്ചുള്ള കണക്കുകളൊക്കെ തന്നെ ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. ചാലക്കുടി, കോട്ടയം ജില്ലാ പഞ്ചായത്തിൽ 7 ഇടത്ത് LDFന്റെ മുന്നേറ്റം.
മുതൽ തുടങ്ങിയ LDF-ന്റെ മുന്നേറ്റം ഇപ്പോഴും തുടരുകയാണ്. ജില്ലാ പഞ്ചായത്തുകൾ LDF-ന്റെ മുന്നേറ്റം. അതേസമയം മുനിസിപ്പാലിറ്റികളിൽ 29 എടുത്ത് LDF ലീഡ് ചെയ്യുമ്പോൾ 28 എടുത്ത് തൊട്ടു പിന്നാലെ UDF ഉണ്ട്. 28, 29, 28, 29, 28 എന്ന നിലയിൽ മുനിസിപ്പാലിറ്റികളിൽ ശക്തമായ പോരാട്ടം തുടരുന്നു. ഇതാ ജില്ലാ പഞ്ചായത്തുകളുടെ എണ്ണത്തിൽ UDF ഇതാ മുന്നിലെത്തിയിരിക്കുന്നു. 6 ജില്ലാ പഞ്ചായത്തുകളിൽ ഇപ്പോൾ UDF ലീഡ് എടുക്കുന്നു. തീർച്ചയായും ജില്ലാ പഞ്ചായത്തുകളിൽ UDF വ്യക്തമായ മേൽക്കൈയിലേക്ക് വരുന്നു എന്നതാണ് കാണേണ്ടത്. ഗ്രാമപഞ്ചായത്തുകളിലും 142 ഇടത്ത് LDF-ഉം 115 ഇടത്ത് UDF-ഉം 10 ഇടങ്ങളിൽ NDA-യും ആ രീതിയിലാണ് കണക്കുകൾ വരുന്നത്. തൊട്ട് പിന്നിൽ UDF ഉണ്ട് എന്നതാണ് കാണേണ്ടത്. എന്തായാലും കണക്കുകളെല്ലാം തന്നെ പുറത്തു വരുമ്പോൾ 1 മണിക്കൂറിലേക്ക് വോട്ടെണ്ണി തുടങ്ങി 1 മണിക്കൂറിലേക്ക് എത്തുമ്പോൾ വ്യക്തമായ മേൽക്കൈ LDF നേടിയിരിക്കുന്നു. തൊട്ട് പിന്നിൽ UDF ഉണ്ട്. കോർപ്പറേഷൻ നോക്കുകയാണെങ്കിൽ 4 ഇടങ്ങളിൽ വ്യക്തമായ മേൽക്കൈ LDF നേടിയിരിക്കുന്നു എന്നതാണ് കാണേണ്ട ഒരു കാര്യം. കൊച്ചി കോർപ്പറേഷനിൽ LDF-ന്റെ വലിയ മുന്നേറ്റം. തിരുവനന്തപുരം കോർപ്പറേഷനിൽ NDA അവിടെ വ്യക്തമായ ആധിപത്യം 10 സീറ്റുകളിൽ മുന്നിട്ട് നിൽക്കുന്നു. കൊച്ചിയിൽ അവിടെ 15 ഇടത്താണ് കോർപ്പറേഷനിൽ LDF-ന്റെ മുന്നേറ്റം. 6 ഇടങ്ങളിൽ UDF-ഉം 3 ഇടങ്ങളിൽ NDA-യും കൊച്ചിയിൽ മുന്നിട്ട് നിൽക്കുന്നു. എന്തായാലും തിരുവനന്തപുരത്ത് 10 ഇടങ്ങളിൽ NDA, 6 ഇടങ്ങളിൽ LDF, 2 ഇടങ്ങളിൽ UDF. തിരുവനന്തപുരത്ത് ലീഡ് ഉയർത്തുകയാണ് NDA. ആ രീതിയിലാണ് കണക്കുകൾ വരുന്നത്. കോഴിക്കോട് കോർപ്പറേഷനിൽ വ്യക്തമായ മേൽക്കൈ. 23 ഇടത്ത് LDF, 11 ഇടങ്ങളിൽ UDF. ആ നിലയ്ക്ക് കണക്കുകൾ വരുന്നു. എന്തായാലും കോട്ടയം ജില്ലാ പഞ്ചായത്തിൽ UDF-ന്റെ ആധിപത്യം. 7 ഇടങ്ങളിൽ UDF മുന്നിട്ട് നിൽക്കുന്നു. കോട്ടയം ജില്ലാ പഞ്ചായത്തിൽ 6 ഇടങ്ങളിൽ UDF-ന്റെ മുന്നേറ്റം. ഒരിടത്ത് LDF. ഇടുക്കി ജില്ലാ പഞ്ചായത്തിൽ 4 ഇടങ്ങളിൽ UDF-ഉം 5 ഇടങ്ങളിൽ LDF-ഉം. വയനാട് 3 ഇടങ്ങളിൽ LDF-ഉം 2 ഇടത്ത് UDF-ഉം മുന്നിട്ട് നിൽക്കുന്നു. എന്തായാലും തിരുവനന്തപുരത്തെ കോർപ്പറേഷനിലെ കഥകൾ കാണേണ്ടത്. എന്തായാലും ആ മത്സരഫലം വരുമ്പോൾ, ആ തെരഞ്ഞെടുപ്പ് ഫലം വരുമ്പോൾ 9 ഇടങ്ങളിൽ NDA, 7 ഇടങ്ങളിൽ തൊട്ട് പിന്നിൽ LDF ഉണ്ട്. ഈ വാർഡുകളാണ് കോർപ്പറേഷനിൽ ഇപ്പോൾ NDA ലീഡ് ചെയ്യുന്നത്. ശ്രീവരാഹം, മണക്കാട്, ചാല, ഫോർട്ട്, നേമം, പെരുന്താനി, ശ്രീകണ്ഠേശ്വരം, അതുപോലെ തന്നെ തമ്പാനൂർ വാർഡുകളിലാണ് ഇപ്പോൾ NDA ലീഡ് ചെയ്തത്. അതേസമയം അഡ്വക്കേറ്റ് SP ദീപക് തിരുവനന്തപുരം കോർപ്പറേഷനിലെ LDF-ന്റെ മേയർ സ്ഥാനാർത്ഥിയായ അഡ്വക്കേറ്റ് SP ദീപക് പേട്ട വാർഡിൽ ലീഡ് ചെയ്യുന്നു. ചാക്ക വാർഡിൽ K ശ്രീകുമാർ, മുൻ മേയറാണ് K ശ്രീകുമാർ, ചാക്ക വാർഡിൽ K ശ്രീകുമാർ ലീഡ് ചെയ്യുന്നു. അതേസമയം UDF-ന് ലീഡുള്ളത് അത് അവരുടെ ഒരു ശക്തി കേന്ദ്രമായ വലിയ തുറയിലാണ്. അവിടെ ഷീബ പാട്രിക്കാണ് ലീഡ് ചെയ്യുന്നത്. മുടവൻമുകൾ ഇത്തവണ അവിടെ LDF തന്നെ ലീഡ് ചെയ്യുന്നു. പക്ഷേ NDA അവരുടെ നേരത്തെ ഉണ്ടായിരുന്ന സിറ്റിംഗ് വാർഡുകളിലടക്കം, എസ്റ്റേറ്റ് വാർഡടക്കം തിരുവനന്തപുരം കോർപ്പറേഷനിൽ ലീഡ് ചെയ്യുന്ന കാഴ്ചയാണ് കാണാൻ കഴിയുന്നത്. ഏതായാലും തിരുവനന്തപുരം കോർപ്പറേഷനിലാണ് ശ്രദ്ധേയമായ ഒരു മത്സരം നടന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ജയിച്ച ഒരു സ്റ്റാറ്റസ് വരികയാണെങ്കിൽ അത് ഔദ്യോഗികമായ കണക്കുകൾ അനുസരിച്ച് 9 ഗ്രാമപഞ്ചായത്ത് വാർഡുകളിൽ അല്ലെങ്കിൽ 9 ഇടത്ത് ഇപ്പോൾ UDF ജയിച്ചിരിക്കുന്നു. 9 ഇടത്ത് LDF ജയിച്ചിരിക്കുന്നു. 4 ഇടത്ത് NDA ജയിച്ചിരിക്കുന്നു. 2 ഇടത്ത് മറ്റുള്ളവരും ജയിച്ചിരിക്കുന്നു. സ്വതന്ത്രം അല്ലെങ്കിൽ അങ്ങനെയുള്ളവരും ജയിച്ചിരിക്കുന്നു. അതേസമയം മുനിസിപ്പാലിറ്റികളിൽ ഇപ്പോൾ 69 ഇടത്ത് UDF